ഫാൻസ് ആർമി ലവേഴ്സിന് ഏറ്റവും അധികം പണി കൊടുത്ത സീസണാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6. ബിൽഡപ്പ് കൊടുത്ത് ഒരാളെ രാജാവാക്കി പൊക്കിക്കൊണ്ടുവരുമ്പം അടുത്ത ദിവസം ആ കണ്ടസ്റ്റന്റ് ഏറ്റവും ദുരന്തമാകും. അത് വിട്ട് അടുത്തയാളെ പൊക്കിക്കൊണ്ടുവരുമ്പം അയാൾ കോമഡി പീസാകും. രാവിലെ പുകഴ്ത്തി പറഞ്ഞ ആളെക്കുറിച്ച് ഉച്ചയ്ക്ക് കുറ്റം പറയേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാ കണ്ടസ്റ്റന്റും ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ട് ഒരു മാസമായിട്ടും ആരുടെയും ഫാൻസ് ആവാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യൂവേഴ്സ്. ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ സീസൺ ഇത് തന്നെയായിരിക്കും. രണ്ടാമത്തെ ആഴ്ച പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസിനെ ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയ പിന്നീട് മൂന്നാം ആഴ്ചയിൽ വൈൽഡ് കാർഡ് അത്യാവശ്യമായി തുടക്കത്തിൽ തന്നെ പല ശക്തരായ മത്സരാർത്ഥികളും ഹൗസിൽ നിന്ന് പുറത്തുപോയ സീസൺ ഇത് തന്നെയാണ്, സീസൺ 6. മുന്നേറാൻ തയ്യാറായി പുതിയ മുഖങ്ങൾ കടന്നുവരും. ആവേശവും വിനോദവും കലർന്ന പുതിയ ഊർജം പകരുമെന്ന ഉറപ്പാണ്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ യമുന റാണി കൂടെ ഔട്ടായപ്പോൾ നിലവിൽ ഇപ്പോൾ 14 കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. ഇന്നലെ ലാലേട്ടൻ പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, ഇനി ഒരു 6 വൈൽഡ് കാർഡ് എൻട്രീസ് വരുമെന്നുള്ളത്. ഈ 6 വൈൽഡ് കാർഡ് എൻട്രീസും പുലികളാണോ പൂച്ചക്കുട്ടികളാണോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണ്ട. ഇന്ന് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോയിൽ ആരെ ടാർഗറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ചലഞ്ച് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് എല്ലാ കണ്ടസ്റ്റന്റിനെയും വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. ആ ഒരു ടാർഗറ്റ് ഗെയിമിന്റെ ഭാഗമായി എല്ലാ ഹൗസ് മേറ്റ്സിലെ എല്ലാവരുടെയും ഫോട്ടോസ് അവിടെ വെക്കുകയും അവർക്ക് മാല ഇടുകയും ചെയ്യുന്ന ഒരു ഗെയിമാണ് ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് മാല ഇടാനാണോ, നമ്മൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതോ അവർക്ക് മാല ഇടാനാണോ എന്നുള്ളത് വ്യക്തമായി കാണുന്നില്ല. പക്ഷെ പ്രൊമോയിൽ ഇങ്ങനൊരു സംഭവമാണ് കാണുന്നത്. മുമ്പത്തെ പല സീസണിലും ഇങ്ങനൊരു ഗെയിം നടത്തിക്കൊണ്ടിട്ട് തന്നെയാണ് കുറേ വൈൽഡ് കാർഡ്സിനെ കയറ്റി വിട്ടിട്ടുള്ളത്. സീസൺ 4 റിയാസിനെ കയറ്റി വിടുന്ന ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ ഒരു ഗെയിം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ എതിരെ നിൽക്കും എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ തനിക്ക് അവർ ചലഞ്ചിങ് ആണെന്ന് തോന്നുമ്പോൾ, അതുമല്ലെങ്കിൽ അവിടെ അവർ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുമ്പോൾ, ഇങ്ങനെയുള്ള കണ്ടസ്റ്റന്റുകൾക്കാണ് നമ്മൾ ഈ ഒരു മാല ഇട്ടിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇത്തവണത്തെ ഈ 6 കണ്ടസ്റ്റന്റുകളെ പറ്റി നോക്കുകയാണെങ്കിൽ സീക്രട്ട് ഏജന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 6 പേരും കൺഫേംഡ് അല്ല, പക്ഷേ ഏറെക്കുറെ ഒരു 80% ചാൻസ് അധികമായിട്ടുള്ളവർ തന്നെയാണ്. സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ്, അത് അയാളൊരു യൂട്യൂബറാണ്, കണ്ടന്റ് മേക്കറാണ്. പിന്നീട് അഭിഷേക് ശ്രീകുമാർ ആർട്ടിസ്റ്റാണ്. LGBTQ കമ്മ്യൂണിറ്റിക്കൊക്കെ ഓപ്പോസ് ചെയ്ത് നിന്നുകൊണ്ട് പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ. അതുപോലെ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അയാൾ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ 2023 റണ്ണറപ്പ് ആയിരുന്നു. ഫസ്റ്റ് എവർ മിസ്റ്റർ ഗേ കേരള ആയിരുന്നു. അതുപോലെ പൂജ കൃഷ്ണയുണ്ട്, അയാൾ ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്. DJ സിബിൻ ഉണ്ട്, ഏഷ്യാനെറ്റിന്റെ തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള DJ സിബിൻ സ്റ്റാർട്ട് മ്യൂസിക്കിലേക്ക് DJ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും അറിയപ്പെട്ട നന്ദനയാണ്. പക്ഷെ നന്ദന ആളാരാണെന്നുള്ള കാര്യത്തിൽ കൺഫേംഡ് അല്ല. 2-3 നന്ദന എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് മേക്കേഴ്സ് ഉണ്ട്, അതിലാരാണെന്നുള്ളത് കൺഫേംഡ് അല്ല. പക്ഷെ ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആരെയൊക്കെയാണ് ആ വീട്ടിൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ഏറെക്കുറെ ഒരു ഊഹം ഇപ്പോഴുള്ള പ്രേക്ഷകർക്കുണ്ട്. കാരണം നിലവിൽ പ്രേക്ഷകർ കൊടുക്കുന്ന എന്ത് സപ്പോർട്ടാണോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടായിരിക്കും ഇനി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നവരുടെ ഗെയിം പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവുക. ജിൻഡോ, മുടിയൻ, റസ്മിൻ, ഗബ്രി, അപ്സര, ജാസ്മിൻ ഇവരെയൊക്കെ എന്താണെങ്കിലും ഇവർ ടാർഗറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നിലവിൽ പ്രേക്ഷകർ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തള്ളിക്കളയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ടും ഈ കയറി ചെല്ലുന്നവരെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഈ 2 അക്ഷയ്മാരുണ്ടല്ലോ, അവർ ഒരാൾ LGBTQ ഒപ്പോസ് ചെയ്യുന്നവരും ഒരാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലൊരു വലിയ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ബിഗ് ബോസ് മുൻപേ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നത്. അതുപോലെ ജാൻമണിക്ക് ഇവർ രണ്ടുപേരും ഒരു വെല്ലുവിളിയും സപ്പോർട്ടും ഒക്കെ ആയി തീരാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. ഓൾറെഡി പല കാര്യങ്ങളിലും പ്രേക്ഷകരുടെ ആ ഒരു നെഗറ്റീവ് ഇംപ്രഷനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളിലുള്ളവരെ ടാർഗറ്റ് ചെയ്താൽ എളുപ്പമായിട്ട് ഗെയിം കളിച്ച് തീർക്കാമെന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ 28 ദിവസത്തെ ബിഗ് ബോസ് വീട്ടിലുള്ള കളികളൊക്കെ പഠിച്ച് ഗെയിമുകളെയൊക്കെ മനസ്സിലാക്കി വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകളോടൊക്കെ തന്നെ ആയിട്ടുണ്ടാവും ഈ 6 വൈൽഡ് കാർഡ് എൻട്രീസും ചെല്ലുകയുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 6 ഗതി മാറ്റി പിടിക്കുമോ എന്നുള്ളത് തന്നെ കണ്ടറിയാം.